ഭാഗമായിട്ട് റിയ പറഞ്ഞു, പ്രവീണിന്റെ ഭാഗമായിട്ട് പ്രവീണും പറഞ്ഞു. അപ്പം ഞാനും കൂടി സെയിം കാര്യം പറയണില്ല. അപ്പോൾ യെസ്, ഇപ്പം ഞാനും ഇപ്പം ഞാനാണ് ബാക്കിൽ ഇരിക്കുന്നത്. ബിക്കോസ് പ്രാണില്ലാത്തതുകൊണ്ട് റിയനെ ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ച് ഞാനും അവളും കൂടി ബാക്കിലിരുന്ന് ഞങ്ങൾ ഊണോ കളിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ റോഡിലൊക്കെ നല്ല തിരക്കുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയുള്ളതുകൊണ്ട് തിരക്കൊന്നും കാണുന്നില്ല. പക്ഷേ ദുബായ് എത്തുമ്പോഴത്തേനും നല്ല തിരക്കായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം ഞാൻ ഞങ്ങളുടെ അവിടുത്തെ കോർണിഷിൻ്റെ കുറച്ച് ഡെക്കറേഷൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് പോയി കണ്ടിട്ടോ. അതുവരെ നമുക്ക് ദുബായ് എത്തുമ്പോൾ കാണാം. ഓക്കെ, സ്റ്റാൻഡൊന്നും എടുത്തില്ല, കയ്യിൽ പിടിക്കേണ്ട അവസ്ഥയാണ്. നമ്മൾ കയ്യിൽ പിടിച്ച് നമുക്ക് എടുക്കാം. നോ, ഞാൻ എടുത്തില്ല. വെയിറ്റ്, എനിക്ക് ഒരു കയ്യേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ദുബായിൽ എത്തി. ദുബായിലെത്തിയപ്പം വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ ആക്ച്വലി അബുദാബിയിൽ നിന്ന് ലഞ്ചൊക്കെ കഴിഞ്ഞപ്പം തന്നെ നമ്മൾ ഇറങ്ങിയായിരുന്നേ. കാരണം ഒരുപാട് ലേറ്റ് ആയാൽ പിന്നെ നല്ല ട്രാഫിക് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് ലഞ്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ക്ലൈമറ്റൊക്കെ മാറിയോണ്ട് തണുപ്പൊക്കെ ആയപ്പം രാത്രി പെട്ടെന്നാവുന്നുണ്ട്. അപ്പം ഞങ്ങളിവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം ലൈറ്റൊക്കെ ഒന്ന് ചെറുതായിട്ട് പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ദുബായിൽ വന്നിട്ട് കുറേ നാളെന്ന് വെച്ചാൽ പ്രവീണിൻ്റെ അമ്മ വന്ന സമയത്ത് ഞങ്ങൾ അമ്മേനെ കാണിക്കാനായിട്ട് ഇവിടെ വന്നതാണ്. അതിന് ശേഷം പിന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ വരുന്നതായിട്ട് മുന്നേ എനിക്ക് തോന്നുന്നു ഒരു മാസം മുന്നാണെന്ന് തോന്നുന്നു ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വന്നു പോയായിരുന്നു. പ്രവീണിൻ്റെ ഇളയമ്മ ഖത്തറിൽ നിന്ന് വിസ ചേഞ്ചിന് വേണ്ടി വന്നപ്പം ഇളയമേനെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ശരിക്കും സ്റ്റേ ചെയ്യാനായിട്ട് ഇപ്പോഴാണ് പിന്നെ നമ്മൾ വരുന്നത്. അപ്പം കുറേ ഒരു ഗ്യാപ്പിന് ശേഷമാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഷാർജയിലോട്ടാണ്. ഞങ്ങളെപ്പോൾ ഈ ഒരു റൂട്ടിൽ കൂടെ വന്നു കഴിഞ്ഞാൽ, ഷാർജയിലോട്ട് പോകുന്ന ഈ റൂട്ടിൽ കൂടെ വന്നു കഴിഞ്ഞാൽ എപ്പോൾ വന്നാലും ഭയങ്കര തിരക്കാണ്. ഇപ്പോഴും അതേ തിരക്ക് തന്നെ, ഒരു മാറ്റമില്ലാത്ത തിരക്കാണ്.
ഇനിയിപ്പോൾ നാഷണൽ ഡേയും കൂടി ആയതുകൊണ്ട് എല്ലാ പബ്ലിക് ഹോളിഡേ ആണല്ലോ, അപ്പോൾ പിന്നെ എല്ലാവരും ഈ ഒരു സമയമാകുമ്പം പുറത്തിറങ്ങും. അപ്പോൾ ഭയങ്കര തിരക്കാണ്, ഭയങ്കര സ്ലോ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പതുക്കെ ഇങ്ങനെ നീങ്ങിയാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു അരമണിക്കൂറോളം ഇങ്ങനെ പെയ്യാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഏത് സമയത്ത് ഇനിയും പാപ്പൻ്റെ അവിടെ എത്തുമെന്ന് കണ്ടു തന്നെ അറിയണം. പക്ഷെ വണ്ടിയിലിരിക്കുമ്പോൾ വലിയ ബോറടിയൊന്നും ഇല്ല കേട്ടോ. കാഴ്ചകളൊക്കെ കണ്ട് വണ്ടികളൊക്കെ പോകുന്നത് കണ്ടിങ്ങനെ ഇരിക്കാം. പിന്നെ റിയയുടെ വർത്തമാനവും കേട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് ഇനി പാക്കലാം. ഗൈസ്, ഞങ്ങളിവിടെ എത്തി ഷാർജയിൽ. കുറച്ച് ട്രാഫിക്, ഒരു അരമണിക്കൂർ ട്രാഫിക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ എത്തി. ഇപ്പം നല്ല അടിപൊളി ക്ലൈമറ്റ് ആയതുകൊണ്ട് നല്ല സുഖമാണ്. എത്ര വേണമെങ്കിലും നമുക്ക് നടക്കാം, ചൂടെടുക്കില്ല, നല്ല തണുപ്പാണ്. പക്ഷെ ഭയങ്കര തണുപ്പല്ല, നല്ല തണുപ്പാണ്. ഓക്കെ, എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി. ഞാൻ വീണ്ടും വന്നു. അപ്പം നമ്മളിവിടെ എത്തി. അപ്പോൾ പാപ്പനും പ്രവീണും കൂടിയിട്ട് ഷോപ്പിലോട്ട് പോയി, എന്തോ മേടിക്കാൻ വേണ്ടിയിട്ട് പോയി. പിന്നെ എന്താ, ഇനിയിപ്പം നമ്മൾ ഇളയമ്മ ഇവിടെ ഇല്ല, ഇളയമ്മ ഖത്തറിൽ പോയേക്കാണ്. ഇളയമ്മയുടെ 2 മക്കളും അവിടെയാണ്. സോ ഇളയമ്മ അങ്ങോട്ട് പോയിരിക്കുകയാണ്. അപ്പം പാപ്പ മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ഞങ്ങൾ ഇനി കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് വേറൊരു ഫാമിലി ഫ്രണ്ടിൻ്റെ വീട് ഇവിടെ തൊട്ടടുത്ത് തന്നെ, ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസ്, അങ്ങോട്ടേക്ക് പോകുമ്പോൾ അവിടെയാണ് ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇപ്പം നമ്മൾ അങ്ങോട്ട് പോകും. പിന്നെന്താ, പിന്നെ ഇവർ പറഞ്ഞ പോലെ പ്രാണില്ല, പ്രാൺ ഈസ് വെരി ബിസി വിത്ത് ഹിസ് ഫ്രണ്ട്സ്, അതുകൊണ്ട് നമ്മുടെ കൂടെ വന്നില്ല. പിന്നെ വലിയ കുട്ടിയായില്ലേ, അവനവിടെ ഒറ്റയ്ക്ക് നിൽക്കും. നമ്മൾ നാളെ അങ്ങ് പോവും, നാളെ രാവിലെ പോവും. അങ്ങനെയായിട്ടൊക്കെ ഇരിക്കുകയാണ് ഗൈസ്. പിന്നെ വേറെ എന്തുകൊണ്ട് വിശേഷം? എല്ലാവരുടെയും നാഷണൽ പരിപാടികളും ഹോളിഡേയ്സും ഒക്കെ എന്താണ് പ്ലാൻസ്? UAE-യിലുള്ളവരുടെയൊക്കെ നാഷണൽ ഡേ പ്ലാൻസ് ഒക്കെ എന്തൊക്കെയാണ്? എല്ലാവരും അടിച്ചു പൊളിക്കാമെന്ന് വിചാരിക്കണു. പിന്നെന്താ, റിയ ദാ ഇവിടെ കിടപ്പുണ്ട്. റിയ, എന്തായാലും പറയാനുണ്ടോ? ഇല്ല, ഒന്നും പറയാനില്ല. ഒന്നുമില്ല. വേണ്ടാ. I hate my chata. I'm joking, I love him. ഓക്കെ, അപ്പം ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് TV കാണട്ടെ. അവർ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം കേട്ടോ. The pretty girl's house. ഓക്കെ ഗൈസ്. അപ്പോൾ ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ വീടാണ്. അപ്പോൾ എല്ലാവരും കൂടി ഇവിടെ കൂടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ചെറിയ രീതിയിൽ ഒന്ന് ചില്ലിയാവുമെന്ന് വിചാരിച്ചു. ഇതെൻ്റെ ചിക്കൻ കാലാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ അവധിയാണല്ലോ. അപ്പോൾ അവധി ആകുമ്പോഴല്ലേ നമ്മൾ എല്ലാവരെയും ഒരുമിച്ച് കിട്ടുള്ളൂ. അപ്പം ജസ്റ്റ് എല്ലാവരും കൂടി ഒന്ന് ചിൽപ്പിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ കൂടിയത്. പിന്നെ അല്പസമയം കഴിയുമ്പോൾ കുറേ പാട്ടുകളും ഡാൻസുകളും നിങ്ങൾക്ക് കാണാം. സോ സ്റ്റേ ട്യൂൺഡ്.
ഗുഡ് മോർണിംഗ്. ഇന്നലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞപ്പോൾ ഒരുപാട് ലേറ്റായി. 12 മണി 1 മണിയൊക്കെ ആയി. പിന്നെ നേരെ ഇവിടെ വന്ന് കിടന്നുറങ്ങി. റിയ അവിടെ തന്നെ കിടന്നുറങ്ങി. അപ്പോൾ പിന്നെ അവളെ എടുക്കാൻ നിന്നില്ല. ഇനിയിപ്പോൾ രാവിലെ വേണം അവളെ പോയി എടുക്കാൻ. അപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്തായാലും നമ്മൾ തിരിച്ചു പോകും. എലമ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പുറത്ത് പോയി കഴിക്കാം എന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ എല്ലാവരും പല്ല് തേക്കുന്നു, ഫ്രഷ് ആവുന്നു, അങ്ങനത്തെ കലാപരിപാടികളായിട്ടൊക്കെ പോകുന്നു. പിന്നെ എന്തായിരുന്നു, ഇന്നലത്തെ രാത്രി അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു, സൂപ്പറായിരുന്നു. പിന്നെന്താ, ഇനി നമുക്ക് റിയാനെ പോയി വിളിക്കണം, അതുവഴി പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് അറിയില്ല. ലെറ്റ്സ് സീ. പ്രാണ അവിടെ അടിച്ചു പൊളിച്ചു. ഓക്കെ, സോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇവിടുത്തെ നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് ജനലൊക്കെ തുറന്നിടുമ്പോൾ നല്ല കാറ്റ് വരുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ പോയി ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് വരട്ടെ. ഓക്കെ. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇവിടെ അടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാനും പാപ്പനും പ്രവീണും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. റിയ നല്ല ഉറക്കമായിരുന്നു. അപ്പം അവർ തന്നെ പറഞ്ഞു അവരവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തോളാമെന്ന്. അപ്പം ഞങ്ങൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നു. ഞാനും പ്രവീണും 2 മസാല ദോശയും പിന്നെ പാപ്പനും ഒരു നെയ് റോസ്റ്റുമാണ് എടുത്തത്. ഞാൻ ഇത്ര രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊന്നും തീരെ കഴിക്കാറില്ല, ഡയറ്റിലായതുകൊണ്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമിങ്ങേ അല്ലായിരുന്നു ഇത്. പക്ഷേ എന്നാലും മസാല ദോശ ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫുഡ്. അപ്പം മസാല ദോശ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ സാമ്പാറിന് കുറച്ച് ഉപ്പ് കുറവായിരുന്നു. പിന്നെ തക്കാളി ചട്നി വാസ് നൈസ്. വൈറ്റ് ചട്നി ഞാൻ അങ്ങനെ എടുക്കാറില്ല. സോ ഓൾ ടുഗെദർ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ലുലുവിൽ പോയി. അവിടെ അടുത്ത് തന്നെ ലുലു ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് ഉച്ചക്കത്തെ ലഞ്ച് കഴിഞ്ഞിട്ട് വി വിൽ ഗോ. പിന്നെ പാപ്പൻ ഒറ്റയ്ക്കല്ലേ നിൽക്കുന്നത്, സോ വി തോട്ട് വിൽ കുക്ക് സംതിങ് ഫോർ ഹിം. പാപ്പനിപ്പം 2-3 ദിവസം കഴിഞ്ഞാൽ പാപ്പൻ നാട്ടിൽ പോകും. കാരണം ഇവിടെ വിൻ്റർ ബ്രേക്ക് സ്റ്റാർട്ട് ആവാറായി. സോ പാപ്പൻ നാട്ടിൽ പോകാനുള്ള പ്ലാനിലാണ്. അപ്പം അധികം സാധനങ്ങളൊന്നും മേടിച്ച് വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ച് ഇപ്പോഴത്തേനുള്ളത് മാത്രം നമ്മൾ കുറച്ച് പച്ചക്കറിയും ഫിഷും നമ്മൾ മേടിച്ചു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോയി എന്തെങ്കിലും വെച്ചുണ്ടാക്കണം. ഓക്കെ, സോ ഞാനങ്ങനെ ചോറ് പാപ്പൻ വെച്ചു, മീൻകറിയും ഫിഷ് ഫ്രൈയും കൂടി ഞാനാണ് ചെയ്തത്. ഇതെങ്ങനെ ഉണ്ടെന്നുള്ളത് ഇനി ഇവർ ഇത് കഴിക്കുമ്പോഴേ അറിയത്തുള്ളൂ. പ്രവീൺ പിന്നെ സ്ഥിരം കഴിക്കുന്നതുകൊണ്ട് വലിയ കുറ്റങ്ങളൊന്നും പറയത്തില്ല, എന്നാലും നമുക്ക് നോക്കാം. നീ തന്നെ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയും. ആ പാപ്പ എടുക്ക്, എന്നിട്ട് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയും. സത്യസന്ധമായിട്ട് പറയണേ പാപ്പ. ഡോണ്ട് ഷൗട്ട് റിയ. എങ്ങനെയുണ്ട് പാപ്പ? ആണോ സത്യമാ? അതോ എനിക്ക് ക്യാമറ ഓഫ് ആക്കുമ്പോ പറയോ? അപ്പം ഞങ്ങൾ കഴിച്ചിട്ട് വരാം ഗൈസ്. ഓക്കെ ബൈ. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് അബുദാബിക്ക് പോവാണ്. ലഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഓക്കെ. അപ്പോൾ നമ്മളിനി തിരിച്ച്
അപ്പോൾ താപ്യലാട്ട് തിരച്ചു പോവാണ്. എന്താ പ്രവീൺ ബോസ് പറയാനുള്ളത്? കുളിച്ചിട്ടില്ല ഗൈസ്. അതിനൊരു പുതിയ കാര്യമൊന്നുമില്ലല്ലോ. അവളൊന്നും കുളിക്കാറില്ല, പക്ഷെ ഞാൻ കുളിക്കാറുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി, സൂപ്പർ സൂപ്പർ അടിപൊളിയായിരുന്നു. ഇന്നലെ രാത്രി ശരിക്കും തകർത്തു മക്കളെ, തീർത്ത്. ഹായ് ഗായ്സ്, ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. വീട്ടിലെത്തിയിട്ട് എല്ലാവരും ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുകയായിരുന്നു. പ്രാൺ കണ്ടോ, വരാണ്ട് താണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. പ്രാണേ പ്രാൺ ഇവിടെ ഉണ്ട്, പ്രവീൺ ഇവിടെ ഉണ്ട്. മക്കളെ ഞങ്ങള് എന്ത് കളിക്കാണ്? ഫാമിലി ആയിട്ട് ഊണോ കളിക്കുക. ഇപ്പൊ ഞങ്ങളുടെ ഫാമിലി ഗെയിമാണ് ഊണോ. ഫ്രീ ടൈം ഇരിക്കുമ്പോ എല്ലാവരും ഇരുന്ന് കളിക്കും. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഊണോ കളിക്കാണ്. കുളിയും ജപം ഒന്നും ആരുടെയും കഴിഞ്ഞിട്ടില്ല, കുളിക്കണം. ഞങ്ങള് നാളത്തേക്കുള്ള നാഷണൽ ഡേയുടെ ഇതിനു വേണ്ടി പ്രാണ് ഇത് കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്, സ്നോ സ്പ്രേ. നാളെ റോഡിൽ ഫുൾ അടിച്ചുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. ഐ വിൽ ഷോ യു. വെയിറ്റ് ഗൈസ്. ഒരു ബോക്സ് ഫുള്ള് നമ്മൾ മേടിച്ച് കണ്ട സ്നോ സ്പ്രേ. നാളെ ഇത് എല്ലാവരുടെ മേത്തും വണ്ടിയിലും ഒക്കെ അടിക്കാൻ വേണ്ടിയിട്ടുള്ള സ്നോ സ്പ്രേ ആണ് ഫോർ ടുമോറോ. ഓക്കെ, ഞാൻ വീണ്ടും വന്നു. അപ്പം ഞങ്ങൾ ഫുഡ് മേടിക്കാനായിട്ട് പുറത്തിറങ്ങി. കാരണം ഇന്നലെ പോയതല്ലേ, അപ്പോൾ വീട്ടിൽ സാധനങ്ങളൊന്നും മേടിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ആദ്യം സൂപ്പർ മാർക്കറ്റിൽ പോയി കുറച്ച് ഐറ്റംസ് ഒക്കെ മേടിച്ചു. പിന്നെ ഇപ്പം ഫുഡ് മേടിക്കാൻ വേണ്ടി ഇടുക്കി ഗോൾഡിൽ വന്നിരിക്കുക. നല്ല തിരക്കാണ് അവിടെ കണ്ടോ. നമ്മുടെ ഫുഡിന് ഓർഡർ കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യാണ് പാർസൽ മേടിച്ചുകൊണ്ട് പോകാനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ എത്രമാത്രം ലോങ് ആണെന്ന് ഒരു ഐഡിയ ഇല്ല. ഇനി എഡിറ്റ് ചെയ്യുമ്പോഴേ അറിയത്തുള്ളൂ എത്രമാത്രം ഉണ്ട്, എന്തൊക്കെയുണ്ട്, എന്താ ഇല്ലാത്തതെന്നുള്ളതൊക്കെ. ഓക്കെ, സോ പിന്നെന്താ, വേറെ വിശേഷങ്ങളൊന്നുമില്ല. ഇനി നാളെ നാഷണൽ ഡേ ആണ്. അപ്പം നാളെ കുറേ കാര്യങ്ങൾ ചെയ്ത് തീർത്തിട്ട് വേണം നമ്മൾ നാഷണൽ ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പോകുമോ എന്ന് പോലും അറിയത്തില്ല. നാളത്തെ കാര്യം നാളെയാണ് ഗൈസ് തീരുമാനിക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. നല്ല ടയേർഡാണ്. ഇനി ഫുഡ് കഴിച്ചിട്ട് വേണം പോയി നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാൻ. ഓക്കെ, പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല, അത്രേ ഉള്ളൂ. അപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഡു സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ഒക്കെ ചെയ്യാം. അപ്പോൾ വേറെ ഒന്നുമില്ല. അപ്പോൾ ടാറ്റാ, ബൈ, സീ യു.